നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നഗരത്തിലെ മാലിന്യ കൂമ്പാരമായി മൂവാറ്റുപുഴയിലെ ഇസി മാർക്കറ്റ് പരിസരം. കെട്ടിടങ്ങൾ ഒഴികെയുള്ള ഭാഗങ്ങളിലെല്ലാം രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളുന്നു. പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ. മൂവാറ്റുപുഴ നഗരസഭ ഹരിതകർമ്മസേനയുടെ നവീകരിച്ച വിശ്രമമുറിയുടെ ഉദ്ഘാടനം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. 5 ലക്ഷം രൂപ മുടക്കിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. വാഴക്കുളം ഡയാലിസിസ് സെന്റർ ധനശേഖരണാർത്ഥം ചായ കാർണിവൽ ആരംഭിച്ചു. 15 മുതൽ 17 വരെയാണ് കാർണിവൽ. വാഴക്കുളം കല്ലൂർക്കാട് കവലയിൽ വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെയാണ് കാർണിവൽ നടത്തപ്പെടുന്നത്. സ്കൂൾ കലോത്സവം പഞ്ചവാദ്യത്തിൽ എ ഗ്രേഡ് നേടി മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ. ഹൈസ്കൂൾ വിഭാഗത്തിലാണ് എ ഗ്രേഡ് നേട്ടം. ജനങ്ങളുടെ ജീവന് ഭീഷണിയായി കീച്ചേരിപ്പടി ബൈപ്പാസിലെ കുഴി. വാഹനയാത്രക്കാർക്കും കാൽനടക്കാർക്കും ഭീഷണി. നാട്ടുകാർ ചേർന്ന കുഴിക്ക് ചുറ്റും താൽക്കാലിക വേലി നിർമ്മിച്ചു. കുഴി മൂടാൻ നഗരസഭാ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആരോപണം. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴയിലെ ഇസി മാർക്കറ്റ് പരിസരം നഗരത്തിന്റെ മാലിന്യ കൂമ്പാരമായി മാറുന്നു. കെട്ടിടങ്ങൾ ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളിലും രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളുകയാണ്. കാർഷിക മേഖലയെയും കർഷകരെയും ലക്ഷ്യമിട്ട് ആരംഭിച്ച മൂവാറ്റുപുഴയിലെ ഇസി മാർക്കറ്റ് പരിസരം നഗരത്തിന്റെ മാലിന്യ കൂമ്പാരമായി മാറുന്നു. കെട്ടിടങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ഭാഗവും കാടുകയറി കിടക്കുന്ന ഇവിടെ രാത്രിയുടെ മറവിലാണ് മാലിന്യം തള്ളുന്നത്. വ്യാപാര സ്ഥാപനങ്ങളുടെയും പച്ചക്കറി കടകളുടെയും ഉൾപ്പെടെ മാലിന്യങ്ങളും ഇവിടെ തള്ളുന്നുണ്ട്. ഹൈടെക് പോളി ഹൌസിന് സമീപം ഇപ്പോൾ മാലിന്യം കുമിഞ്ഞു കൂടിയതോടെ പ്രദേശത്ത് അസഹനീയമായ ദുർഗന്ധവുമുണ്ട്. നൂറുകണക്കിന് യാത്രക്കാർ കാൽനടയായും വാഹനത്തിലും സഞ്ചരിക്കുന്ന റോഡിൽ മൂക്കത്ത് വിരൽ വയ്ക്കാതെ കടന്നു പോകാൻ സാധിക്കില്ല. ആവശ്യത്തിന് ഭക്ഷണം കിട്ടുമെന്നതിനാൽ ഇവിടം തെരുവ് നായ്ക്കളുടെ പ്രജനന കേന്ദ്രം കൂടിയായി മാറിയിട്ടുണ്ട്. തെരുവ് നായ്ക്കൾ മാലിന്യം കടിച്ചു കീറി മാർക്കറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുവന്നിടുന്നതും പതിവാണ്. മുൻ നഗരസഭാ ഭരണകാലത്ത് നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നിടങ്ങൾ വൃത്തിയാക്കി പൂച്ചെടികൾ വച്ചുപിടിപ്പിച്ച് ഉദ്യാനങ്ങളാക്കി മാറ്റി പരിപാലിക്കുകയെന്ന ലക്ഷ്യത്തോടെ പല പദ്ധതികളും ആരംഭിച്ചെങ്കിലും പദ്ധതി പാതി വഴിയിൽ നിലച്ചു. മാലിന്യ നിക്ഷേപം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും തിരിഞ്ഞു നോക്കാൻ പോലും ഇതുവരെയും തയ്യാറായിട്ടില്ലെന്നാണ് സമീപവാസികൾ ആരോപിക്കുന്നത്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരസഭ ഹരിതകർമ്മസേനയുടെ നവീകരിച്ച വിശ്രമമുറിയുടെ ഉദ്ഘാടനം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 17 വർഷക്കാലമായുള്ള തൊഴിലാളികളുടെ ആവശ്യമായിരുന്ന മൂവാറ്റുപുഴ നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നവീകരിച്ച ഹരിതകർമ്മസേനയുടെ വിശ്രമമുറിയുടെ ഉദ്ഘാടനം നടത്തി. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഒരു പ്രദേശത്ത് 5.5 ഏക്കറോളം വരുന്ന ഈ ഒരു സ്ഥലത്ത് കാല് കുത്താൻ പോലും പറ്റത്തില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വന്നു കഴിഞ്ഞാൽ പുഴുവരിക്കുന്ന മണം കാരണം ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റാത്ത, നഗരസഭയിലെ എല്ലാ മാലിന്യവും ഇവിടെ കൊണ്ട് വലിച്ചെറിയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ നടുക്ക് നിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്ന ഹരിതകർമ്മസേനയിലെ ജീവനക്കാരെ, ഇവിടുത്തെ ജീവനക്കാരെ പറ്റി ഓർക്കുമ്പോൾ ഒത്തിരി സങ്കടം തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിന് മാറ്റം വരുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ഭരണസമിതി ഇവിടെ വലിയൊരു പദ്ധതി കൊണ്ടുവരികയും 10 കോടി രൂപയുടെ ഖരമാലിന്യ പരിപാലന പദ്ധതി കൊണ്ടുവരികയും അതിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് കഴിഞ്ഞ ഭരണസമിതി തന്നെ കൊണ്ടുവന്ന ഒരു പ്രൊജക്റ്റാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിശ്രമ മുറി എന്നുള്ളത്. അപ്പം അതിന്ന് ഉദ്ഘാടനം ചെയ്ത് അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാൻ സാധിച്ചു എന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നഗരത്തെ കാക്കുന്നവരുടെ ആവശ്യം നിറവേറ്റുക എന്ന് പറയുന്നതിൽ അപ്പുറത്തേക്കും സൗഭാഗ്യകരമായ മറ്റൊന്നില്ല. അപ്പം എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. കഴിഞ്ഞ കൗൺസിൽ കാലഘട്ടത്തിൽ 5 ലക്ഷം രൂപ മുടക്കിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ നഗരത്തിൽ നിന്നും ശേഖരിച്ച് കൂന കൂട്ടിയിരുന്ന മാലിന്യ കൂമ്പാരങ്ങൾക്ക് നടുവിൽ ഭക്ഷണം കഴിക്കുവാനുള്ള സാഹചര്യമായിരുന്നു തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നത്. കൃത്യമായുള്ള ശുചിമുറി സൗകര്യങ്ങളോ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളോ ഇല്ലായിരുന്നു. ശാസ്ത്രീയമായുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അംഗീകാരവും ആശ്വാസവുമാണ് ഈ വിശ്രമമുറി. ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അബ്ദുൾ സലാം, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത പി, വാർഡ് കൌൺസിലർമാരായ ഷെർലി പൌലോസ്, ഷബീന ടി, ഷിത റാണി തോമസ്, മനു പോൾ, KSW MP, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. വാഴക്കുളം ഡയാലിസിസ് സെന്ററിന്റെ ധനശേഖരണാർത്ഥം ചായ കാർണിവൽ ആരംഭിച്ചു. 15 മുതൽ 17 വരെ വാഴക്കുളം കല്ലൂർക്കാട് കവലയിൽ വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെയാണ് ചായ കാർണിവൽ നടത്തപ്പെടുന്നത്.
ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ എന്നും മുന്നിൽ നിൽക്കുന്ന വാഴക്കുളത്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള പുതിയ ചുവടുവയ്പിന് തുടക്കം. വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും വാഴക്കുളം സെന്റ് ജോർജ് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തന ഫണ്ട് ശേഖരണാർത്ഥം വാഴക്കുളത്ത് ചായ കാർണിവൽ ആരംഭിച്ചു. രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു നൽകുന്നതിനായി പ്രവർത്തനം ആരംഭിച്ച ഡയാലിസിസ് സെന്റർ 1 വർഷം 7000-ഓളം ഡയാലിസിസുകൾ ചെയ്തു നൽകാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ധനശേഖരണാർത്ഥമാണ് 15 മുതൽ 17 വരെ വാഴക്കുളത്ത് കല്ലൂർക്കാട് കവലയിൽ വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെ ചായ കാർണിവൽ നടത്തുന്നത്. ജീവകാരുണ്യ പ്രവർത്തനാർത്ഥമാണെങ്കിലും സ്വാദിഷ്ടമായ വിഭവങ്ങൾ കാർണിവലിൽ ലഭിക്കും. 7 സ്റ്റാളുകളിലായി വ്യത്യസ്ത രുചിയുള്ള ചായയും വിവിധയിനം ഫ്രഷ് ജ്യൂസും സ്നാക്സും ദോശ, ഓംലറ്റ്, കപ്പ തുടങ്ങിയ വിഭവങ്ങളും ചായ കാർണിവലിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ വാഴക്കുളം മർച്ചന്റ് അസോസിയേഷന്റെ വനിതാ വിങ്ങിന്റെ നാടൻ വിഭവങ്ങളുടെ സ്റ്റാൾ കൈപുണ്യവും ഡയാലിസിസ് രജിസ്ട്രേഷനും ഒരുക്കിയിട്ടുണ്ടെന്ന് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സിജോ സെബാസ്റ്റ്യൻ പറഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ ഡയാലിസിസ് ക്ലബ്ബാണ് വാഴക്കുളം ഡയാലിസിസ് ക്ലബ്ബ്. ഈ ക്ലബ്ബിൽ അംഗങ്ങളെ ചേർക്കുന്നതിനും ഇതിൻ്റെ ധനശേഖരണാർത്ഥവുമാണ് നമ്മൾ വാഴക്കുളത്ത് പൈനാപ്പിൾ സിറ്റിയിൽ ചായ കാർണിവൽ എന്ന ഒരു വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വലിയ തോതിലുള്ള സ്വീകരണമാണ് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ ഏതാണ്ട് 500 ഡയാലിസിനുള്ള തുക ഇവിടെ വെച്ച് തന്നെ ആളുകൾ ഞങ്ങൾക്ക് കൈമാറി. അത് ഇതിൻ്റെ സംഘാടകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഭക്ഷ്യവിഭവങ്ങളുടെ ഉത്പാദന ചെലവ് മാത്രം ഈടാക്കി ബാക്കി തുക മുഴുവനും സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കാണ് നൽകുന്നത്. 1000-ഓളം രൂപ ചെലവിൽ 1 വർഷം 7000 ഡയാലിസിസുകളാണ് സെന്ററിൽ ചെയ്യുന്നതെന്ന് ഡയാലിസിസ് ടെക്നിക്കൽ അഡ്വൈസർ മാത്യൂസ് നമ്പേലി പറഞ്ഞു. 7000 ഡയാലിസിസ് ചെയ്യുമ്പോൾ അത് മുഴുവൻ ഫ്രീ ആയിട്ടാണ് നമുക്ക് ചെയ്തു നൽകേണ്ടത്. കാര്യം ഏറ്റവും ബുദ്ധിമുട്ടുന്ന രോഗികളാണ് ഡയാലിസിസ് രോഗികൾ. അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്തു നൽകണമെങ്കിൽ ഒരു ഡയാലിസിസിന് 1000 രൂപ വെച്ച് ഏകദേശം അപ്പോൾ 60-70 ലക്ഷം രൂപയോളം ചിലവാകും. അപ്പോൾ അത് വാഴക്കുളത്തെ ഈ നല്ലവരായിട്ടുള്ള ജനങ്ങളിൽ നിന്ന് തന്നെയാണ് അത് നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് പ്രതീക്ഷിക്കുന്നത്. അത് കളക്ട് ചെയ്യുന്നതിനുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ കഴിഞ്ഞ ഈ ഉദ്ഘാടനം തുടങ്ങിയത് തന്നെ പല രീതിയിലുള്ള പരിപാടികൾ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ചായ കാർണിവൽ. അത് വാഴക്കുളത്തെ മുഴുവൻ ജനങ്ങളിലേക്കും ഇത് എത്തിക്കുക, എല്ലാവരെയും ഈ ഒരു മെസ്സേജ് ചെല്ലുകയും എല്ലാവരെയും ഇത് പങ്കാളികളാക്കുന്നതിനുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ടാവുകയും ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഇതിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ വലിയ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ഇപ്പോൾ നമുക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഒരുക്കിയ ചായ കാർണിവലിന് വൻ സ്വീകാര്യതയാണ് വാഴക്കുളത്ത് ലഭിക്കുന്നത്. വാഴക്കുളം ചാരിറ്റിയുടെ പ്രദേശമായി മാറുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കുറെ ആളുകൾ വരുന്നുണ്ട്, കുറെ പേരുടെ സഹകരണവും എല്ലാം ഉണ്ട്. എന്തുകൊണ്ടും നല്ലൊരു പരിപാടിയാണ്, നല്ലൊരു ലക്ഷ്യമൊക്കെ ഇതിനുണ്ട്. നമ്മുടെ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഇത് ഷെയർ ചെയ്തെത്തിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വന്നതിന് ശേഷമാണ് അറിയുന്നത് ഇവിടെ ഇത്ര വിശാലമായ ഒരു സൗകര്യവും ഇത്രയും വിശാലമായ സംഗതികളും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും വാഴക്കുളംകാർക്ക് ഇത് അഭിമാനമാണ്, എന്ന് സ്തുതിക്കും. പൈനാപ്പിളിന്റെ നാട് എന്ന് പറയുന്ന വാഴക്കുളം നാളെ ഒരു സേവനത്തിന്റെ നാളായി മാറും. കാർണിവലിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും കൊച്ചിൻ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ബാൻഡ് മ്യൂസിക്, ഗായകൻ വിപിൻ മർട്ടിന്റെ പാട്ട് എന്നിവയും നടത്തപ്പെട്ടു. പതിനാറിന് മാജിക് ഷോ, നൃത്തസന്ധ്യ, 17-ന് ഗാനമേള, പഞ്ചഗുസ്തി മത്സരം എന്നിവയും നടത്തപ്പെടും. ഒപ്പം വാഴക്കുളം മേഖലയിലെ കലാകാരന്മാരുടെ പരിപാടികളും വിവിധ ദിവസങ്ങളിലായി നടക്കും. ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തന ഫണ്ട് ശേഖരണാർത്ഥം ഫെഡറൽ ബാങ്ക് വാഴക്കുളം ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടി മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ. തൃശൂരിൽ നടന്ന കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിലാണ് മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പഞ്ചവാദ്യത്തിൽ എ ഗ്രേഡ് നേടിയത്. Welcome to Vimalagiri International School, Muvattupuzha. Admissions are now open for the academic year 2026-2027 for pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for +1 classes also.
ജനങ്ങളുടെ ജീവന ഭീഷണിയായി കീച്ചേരിപ്പടി ബൈപ്പാസ് റോഡിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ കുഴിച്ച മലിനജലക്കുഴി. ഈസി മാർക്കറ്റ് ബൈപ്പാസ് റോഡിൽ കീച്ചേരിപ്പടിക്ക് സമീപം നിർമ്മിച്ച വലിയ കുഴിയാണ് വാഹനയാത്രക്കാർക്കും കാൽനടക്കാർക്കും മരണക്കുഴിയായി മാറിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് മലിനജലം ഒഴുക്കിവിടുന്നതിലെ തടസ്സം നീക്കാൻ കുഴിയെടുത്തത്. മലിനജലം ഒഴുക്കിവിടുന്നതിനുള്ള തടസ്സം പരിഹരിച്ചു. നാട്ടുകാർ ചേർന്ന് കുഴിക്ക് ചുറ്റും താൽക്കാലിക വേലി നിർമ്മിച്ചെങ്കിലും കുഴിമൂടാൻ നഗരസഭ അധികൃതർ തയ്യാറായിട്ടില്ലെന്നാണ് ആരോപണം. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.